ഹലോ ഫ്രണ്ട്സ്, എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് രാവിലെ തന്നെ ചെറിയ മഴയാട്ടോ, വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴക്കാലം തുടങ്ങിയ പോലെ ഇല്ലേ, ആ ഒരു കണക്ക് ഒരു നൂൽ മഴ പരുവത്തിന് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാവിലെ മാങ്ങാപ്പഴം എല്ലാം വീണിട്ടുണ്ടാകും. അപ്പോൾ ഇനി രാവിലെ തന്നെ അത് പെറുക്കിയിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പയറിൻ്റെയൊക്കെ തണ്ടതേ മഴയത്ത് താഴേക്ക് അടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ. മാങ്ങാക്കാലം എല്ലാം തീരാറായിട്ടോ, പക്ഷെ നമ്മുടെ മാങ്ങ അത്ര നല്ല മധുരമുള്ള മാങ്ങയൊന്നും അല്ല, അതുകൊണ്ട് പഴമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല കേട്ടോ. പക്ഷേ എങ്കിലും ഒരു മാങ്ങാപ്പഴം പോലും കളയാണ്ട് ഞാൻ എല്ലാം എടുത്ത് മാങ്ങാത്തര ഉണ്ടാക്കി സെയിൽ ചെയ്തു കേട്ടോ. അതിൻ്റെ ഒരു പ്രൗഡ് എനിക്കുണ്ടേ. മാങ്ങാപ്പഴം അരിഞ്ഞ് ചുവന്നുള്ളിയും കാന്താരിമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചാൽ ചക്കയ്ക്ക് കൂട്ടാൻ നല്ല കറി കേട്ടോ. ഇപ്പം ചക്ക സീസൺ ആയതിനാൽ ആ രീതിയിൽ കുറേ ചിലവായിട്ടോ. ലാസ്റ്റ് ഇയേഴ്സിലെല്ലാം ഈ മാങ്ങയെല്ലാം പഴുത്ത് ഇങ്ങനെ ചാടി പറമ്പിൽ മൊത്തം ചീഞ്ഞെടുക്കാറാണ് സാധാരണ പതിവ്. പക്ഷേ ഈ വർഷം ഞാൻ അതെല്ലാം യൂസബിൾ ആക്കി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുക ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ വേസ്റ്റാക്കി പോകുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അതിൽ മെയിനാണ് ജാക്ക് ഫ്രൂട്ട്, ചക്ക. ആദ്യമൊക്കെ കുറേ മൂത്ത് കഴിയുമ്പോൾ ഇടിച്ചക്കക്കാർ വന്ന് കുറേ ഇട്ടുകൊണ്ട് പോകും. പിന്നെ ആദ്യം മൂത്തതാലോന്ന് കരുതി തിന്നാൻ ഒത്തിരി ഇഷ്ടം കാണും. അങ്ങനെ കുറേയൊക്കെ തിന്നും. കുറേ ആയി കഴിയുമ്പോൾ മഴയൊക്കെ ആയി പിന്നെ പഴുത്ത് പറമ്പിലേക്ക് ഫുൾ ചാടി തുടങ്ങി പറമ്പിൽ ഫുള്ള് ചീഞ്ഞ് കിടക്കും. അങ്ങനെ ഒത്തിരി വേസ്റ്റായി പോകുന്നുണ്ട്. കാര്യത്തിലും വേസ്റ്റായി പോകാതെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിലുള്ള ചക്കയെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും അത് വറക്കാൻ പാകത്തിനുള്ളത്, വറക്കാൻ നല്ലത് വറുത്തും അല്ലാതെ ബാക്കിയുള്ളത് ചക്കപ്പഴം വരട്ടിയൊക്കെ സെയിൽ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകെയുള്ള പണിയെല്ലാം അത്ര ഈസിയൊന്നും അല്ല കേട്ടോ, നല്ല പൊല്ലാപ്പ് പിടിച്ച പണി തന്നെയാണ്. അപ്പോൾ അതേ എൻ്റെ മാമ്പഴപ്പെറുക്കൊക്കെ കഴിഞ്ഞു, അത്യാവശ്യത്തിനുള്ളത് ഇതാ ഇന്നും ആയിട്ടോ. നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന സാധനങ്ങളെ മാക്സിമം വേസ്റ്റാക്കി കളയാണ്ട് യൂസബിൾ ആക്കാൻ എല്ലാവർക്കും പറ്റുന്നവരൊക്കെ ശ്രദ്ധിക്കണേ. അതെൻ്റെ ഒരു മെൻറ്റാലിറ്റി കേട്ടോ. അത്യാവശ്യം എല്ലാ വീടുകളിൽ തന്നെ ചക്കയും ചക്കപ്പഴം ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സീസണിൽ ചക്ക വറുത്തും ചക്കപ്പഴം വരട്ടിയും ഒക്കെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരിടം അധികാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ ഈ മാതിരിയുള്ള വസ്തുക്കളൊന്നും വേസ്റ്റായി പോകില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാണേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടാക്കിയെടുത്ത ചക്ക ചിപ്സ് എല്ലാം സെയിലായി പോയിട്ടോ. അപ്പോൾ അത് അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത്. ആർക്കെങ്കിലും മറ്റു ഓയിലിൽ ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. അപ്പോൾ ചക്ക ചിപ്സ്, ചക്കപ്പഴം വരട്ടിയത് ഇത് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയേ. Ready,